പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളൊന്ന് സ്കൂളിൽ പോണ സമയത്ത് കൂടുതൽ പേരുടെയും ശ്രദ്ധ ഒരു സ്കൂളിലാണ്. ഏതാ സ്കൂൾ എന്നറിയോ? നമ്മുടെ പാങ് GLP സ്കൂള്. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന വാൽപ്പാറ ദുരന്തത്തിൽ ആ സ്കൂളിലെ 6 അധ്യാപകരാണ് മരണപ്പെടുകയുണ്ടായത്. പക്ഷേ ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ആ സ്കൂളും ആ വിദ്യാർത്ഥികളും ആ നാട്ടുകാരും തിരിച്ചു വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നാട്ടുകാരും PTA യും പഞ്ചായത്തും എല്ലാവരും ആ സ്കൂളിന് വലിയൊരു സ്വീകരണമാണ് ഇന്നേ ദിവസം ഒരുക്കുന്നത്. അതിൽ ഇന്നെയും വിളിച്ചിട്ടുണ്ട്. കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടിയും അതുലേട്ടനും കൂടിയും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വരുമെന്ന് ചോദിച്ചു. നമ്മളല്ലാതെ പിന്നെ ആരാ? അപ്പോൾ ഞാനും പോകുന്നുണ്ട്. പോയോക്കാം. കാലിന് ഇപ്പം എന്ത് ബുദ്ധിമുട്ടായാലും പ്രവേശനോത്സവത്തിന് ഇന്ന് പോകുന്ന ആദ്യം ഉറപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് സ്ഥിരം വേഷമായിട്ടുള്ള പാൻറ്റും ഷൂ മാറ്റി ഇന്ന് നമ്മൾ മുണ്ടും ചെരുപ്പ് ആക്കി. മുണ്ടും ഷർട്ടിലും എങ്ങനെ നമ്മളെ കാണാൻ. ഇനി നേരെ സ്കൂളിലേക്കാണ്. ഇന്ന് ആ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള എല്ലാ മനുഷ്യരും ഒന്നിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ദിവസമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും ആ പരിപാടിക്ക് അവിടെ പങ്കെടുക്കും. അപ്പോൾ ഒരു കലാകാരനായിട്ടുള്ള ഞാനും അവിടെ പങ്കെടുക്കണ്ടേ? അത് നമ്മുടെ ഉത്തരവാദിത്തമായി കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തി. ഞാനെത്തിയപ്പോൾ തന്നെ MLA യും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിൽ ചെറിയ പരിപാടികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉദ്ഘാടനം MLA ആണ്. എത്തിയ സമയത്ത് തന്നെ അവിടുത്തെ ഒരു കൂട്ടുകാരൻ്റെ വക നമുക്കൊരു ലഡു തന്നു. ലഡു മാത്രമല്ല കേട്ടോ, പായസവും മുട്ടായിയും അതുപോലെ തന്നെ എല്ലാവർക്കും ബാഗും ഒക്കെ ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ. കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇന്നൊരു ദിവസം അതൊക്കെ കവർ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്തൊരു കാഴ്ചയാണില്ലത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഓടിക്കൂടാനും ഒപ്പം നിൽക്കാനും നമ്മളെ പോലെ വേറെ ആരും പഠിച്ചിട്ടില്ല. എന്നും ലോകത്തിന് മലയാളികൾ ഒരു മാതൃകയാണ്. ഇനി അവിടുത്തെ മിടുക്കന്മാരെ കാണിച്ചു തരണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവരോട് പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ആശംസ നമ്മൾ കമന്റ് ബോക്സിൽ പറയല്ലേ. വയനാട് വരെ പോളതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി. അപ്പൊ പിന്നെ കാണാം. ബായ്.